നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ അവരുടെ സൈഡിൽ നിന്നുള്ള നെക്സ്റ്റ് ആക്ഷൻ നിങ്ങൾക്കായിട്ട് എന്തായിരിക്കുമെന്ന് നോക്കിയാലോ. കാർഡ്സ് ഷഫിൾഡാണ് കേട്ടോ. നമശിവായ. 9 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. വേറൊരു ഡെക്കിലെ കാർഡ് ഇങ്ങനെ കയറി പോന്നു. ദി എംപ്രസ്, സ്ട്രെങ്ത്, 2 ഓഫ് കപ്സ്, ഗുഡ്. 6 ഓഫ് കപ്സ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്. Clarify Knight of Pentacles, clarify Knight of Pentacles, clarify Knight of Pentacles. The Fool. Clarify 9 of Pentacles, clarify 9 of Pentacles, clarify 9 of Pentacles. 4 of Swords, okay. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വരാനുള്ള സാഹചര്യം നിങ്ങളുടെ പേഴ്സണ് ഓരോരോ എനർജീസ് ആയിരിക്കുമേ. നിങ്ങളുടെ പേഴ്സൺ ഒരു ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ കരിയറിൽ അവർ സെറ്റിൽ ആയിട്ടില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ അവിടെ ഒരു വെയിറ്റിംഗ് പീരീഡ് തന്നെയാണ് നിങ്ങൾക്ക് കാണുന്നത് കേട്ടോ. കേസ് ബൈ കേസ് എടുത്തോളാം. ഓക്കെ, അവിടെ അവരുടെ പ്രശ്നം സോൾവ് ആയിട്ടില്ല. അവരിപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം കാര്യത്തിലേക്ക് കുറച്ച് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ. അത് ആദ്യത്തെ സെറ്റ് ഓഫ് എനർജി. രണ്ടാമത്തെ സെറ്റ്, നിങ്ങളുടെ പേഴ്സൺ തടസ്സങ്ങൾ കാരണം, പല ഇഷ്യൂസ് കാരണം ഒരു സ്ലോയിങ് ഡൗൺ എനർജിയിലായിരുന്നെങ്കിൽ കുറേ നാളായിട്ട് നിങ്ങൾക്ക് യാതൊരു കോൺടാക്റ്റും ഇല്ല, നിങ്ങൾ മെസ്സേജ് അയച്ചാലും ഇവർ റിപ്ലൈ ചെയ്യില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ല താനും. എല്ലാ റിസ്ക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഈ തടസ്സങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ അത് പെട്ടെന്നാണ് ഒരു സ്ലോയിങ് ഡൗൺ അവരുടെ സൈഡിൽ നിന്നും ഉണ്ടാവുന്നതായിട്ട് കണ്ടത്. അങ്ങനത്തെ കേസാണെങ്കിൽ അവർ ആ റിസ്ക് ഫാക്ടേഴ്സ് ഫേസ് ചെയ്യാൻ റെഡിയായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നു കേട്ടോ. കാരണം തൊട്ട് താഴെയുള്ളത് 2 ഓഫ് കപ്സ് ആണ്. അതുകൊണ്ട് തന്നെ ആ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം അവിടെ തന്നെ ഉണ്ട്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ റിലേഷൻഷിപ്പിൽ വന്നത്. അത് തരണം ചെയ്ത് മുന്നോട്ട് തന്നെ എന്ന് അവർ തീരുമാനിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. മറ്റു ചിലർക്ക് നിങ്ങളവരുടെ ലൈഫിലെ എംപ്രസ് സാന്നിധ്യമാണ്. അത് റിയലൈസേഷൻ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. നോ കോൺടാക്റ്റ് ആയതിനു ശേഷം മൂവ് ഓൺ ചെയ്യാനൊക്കെ ഇവർ ശ്രമിച്ചു കാണും, അവർക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായി തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. സ്ട്രെങ്ത് വെച്ചിട്ട് അവരുടെ തെറ്റുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനൊക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം വന്നത്. അത് നിങ്ങളുടെ അടുത്ത് മാപ്പ് ചോദിക്കാൻ അവർ തയ്യാറാണ്. അവരുടെ തെറ്റ് അവർ റിയലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരൊരു റീയൂണിയൻ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അവരുടെ തെറ്റുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് നിന്നും പിരിഞ്ഞു പോയതെങ്കിൽ തീർച്ചയായും ഒരു റീയൂണിയൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ മറക്കാനൊന്നും അവർക്ക് സാധിച്ചിട്ടില്ല. 6 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളുടെ ഇടയിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ വിട്ടുപോകാനൊന്നും സാധിക്കുന്നില്ല. നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. റീയൂണിയൻ വേണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നു കേട്ടോ. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് പലർക്കും നോ കോൺടാക്റ്റിൽ ഇരിക്കുന്ന പലർക്കും ഒരു കോൾ മെസ്സേജ് അല്ലെങ്കിൽ കോൺടാക്റ്റ് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ഇവർ നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ